ധർണാ സമരം സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. കാഞ്ഞിരത്തമ്മൂട് മുമ്പറ്റം റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കുക. കാഞ്ഞിരത്തമ്മൂട് മുമ്പറ്റം റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കുക. PWD നീതി പാലിക്കുക. PWD നീതി പാലിക്കുക. വാട്ടർ അതോറിറ്റി നീതി പാലിക്കുക. ധർണാ സമരം സിന്ദാബാദ്. ധർണാ സമരം സിന്ദാബാദ്. പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരത്തമ്മൂടിലാണ്. കാഞ്ഞിരത്തമ്മൂട് കുമ്മട്ടം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ധർണയാണ് ഇവിടെ കാണാൻ പോകുന്നത്. പഞ്ചായത്ത് മെമ്പർ ശ്രീ ജിനു കെ പോൾ, 5ാം വാർഡിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ മാണിച്ചം കുറ്റിപ്പുറം, ബൂത്ത് കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ, മറ്റ് പോഷക സംഘടനകളുടെ അധ്യക്ഷന്മാർ എന്നിവരെല്ലാവരും പങ്കെടുക്കുന്നതാണ്. ജനങ്ങളുടെ ആവശ്യമായി സമരത്തിൽ പങ്കുചേരണമെന്ന് നല്ലവരായ എല്ലാ കാഞ്ഞിരത്തമ്മൂട് നിവാസികളോടും ഈ ജനകീയ സമരത്തിൽ ഭാഗമാക്കാകുവാൻ നല്ലവരായ എല്ലാ പുതുപ്പള്ളി നിവാസികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നിമിഷങ്ങൾക്കകം കാഞ്ഞിരത്തമ്മൂട് കവലയിൽ ആരംഭിക്കുന്നതാണ്. പ്രസ്തുത ധർണാ സമരത്തെ UDF-ന്റെ കോട്ടയം ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ശ്രീ ഫീസൽ മാത്യൂസ് അവர்கள் ഉദ്ഘാടനം ചെയ്യുന്നതാണ്. കോൺഗ്രസിന്റെ സമ്മേളിത നേതാക്കന്മാരായ ശ്രീ സാം കേവർക്കി, പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ KB ഗിരീശൻ, പുതുപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷൻ, മറ്റ് ത്രിതല പഞ്ചായത്തിന്റെ മെമ്പർമാര്, കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാര്, കോൺഗ്രസിന്റെ മറ്റ് പോഷക സംഘടനകളുടെ ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കുന്നു. ഒരു ജനകീയ പ്രക്ഷോഭമായ ഈ സമരത്തിന്റെ ഭാഗമാകുവാൻ നല്ലവരായ നികുതിദായകരായ കാഞ്ഞിരത്തമ്മൂടിലെ എല്ലാ പൗരന്മാരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ശ്രീ സാം കേവർക്കിയെ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. നമ്മുടെ ധർണാ സമരം ആരംഭിക്കുകയാണ്. ഈ ധർണാ സമരത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ 6ാം വാർഡ് മെമ്പറും പാർലമെന്ററി പാർട്ടി ലീഡറുമായ ശ്രീ ജിനു കെ പോളിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ സാം കേവർക്കി, ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർ ശ്രീമതി റീച്ചൽ കുര്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ മോനിച്ചം കുറ്റിപ്പുറം, ബൂത്ത് പ്രസിഡന്റുമാര്, അതുപോലെ പ്രിയപ്പെട്ട വാർഡ് പ്രസിഡന്റുമാര്, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, കാഞ്ഞിരത്തമ്മൂട് കുമ്മറ്റം റോഡ് തകർന്ന് കിടക്കുന്ന തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തിന് മേലായി. സ്ഥിരമായി തകർന്നു പോകുന്ന ഒരു റോഡായി മാറിയ ഇതിനെതിരെ വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബഹുമാനായ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിന് ഒരു വർഷം മുമ്പ് നമ്മളെല്ലാം കൂടി ഒരു നിവേദനം ഇറക്കുകയും അദ്ദേഹം പ്രത്യേകമായി ആ കാര്യത്തിൽ താല്പര്യം കാണിച്ചുകൊണ്ട് ഗവൺമെന്റിലേക്ക് ലെറ്റർ എഴുതുകയും അങ്ങനെ ഏകദേശം 3,23,00,000 രൂപ ഈ റോഡിന് അനുവദിച്ചു എന്ന് നമുക്കറിയാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട MLA-യുടെ താല്പര്യമുണ്ട് അദ്ദേഹത്തിന്റെ ലെറ്ററിലൂടെ ഫണ്ട് അനുവദിച്ചെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ കാണാൻ സാധിച്ചത് 3,23,00,000 രൂപ അനുവദിച്ച നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ഇവിടുത്തെ ലോക്കൽ നേതാക്കന്മാരുടെ എല്ലാം പറ്റുന്ന ഒരു ഫ്ലെക്സാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. നമുക്കറിയാം, ഒരു MLA മുൻകൈ എടുക്കാതെ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ ഫണ്ട് അനുവദിക്കുകയോ ഇല്ലയോ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാനുള്ള കാര്യവും. അതുപോലും മറച്ചു വെച്ചുകൊണ്ട് ഈ ഫണ്ട് അനുവദിപ്പിച്ചത് ഞങ്ങളാണെന്നും പറഞ്ഞ് ഫ്ലെക്സ് വെക്കുകയും കുറെ കാലം ഈ റോഡിന്റെ ഇരുവശങ്ങളിലും ഈ ഫ്ലെക്സ് ഇരിക്കുകയും ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ ആ ബ്രോഷർ ഇവിടുത്തെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ട് എല്ലാവരും കണ്ടതാണ്.
3,23,00,000 രൂപ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ റോഡിന് അനുവദിച്ചത് പൂർത്തിയാകുകയാണെങ്കിൽ പുതുപ്പള്ളിയിലെ നല്ലൊരു ശതമാനം ഗതാഗത തടസ്സത്തിന് അത് ഉതകുന്നതാണ്. അതുപോലെ തന്നെ കോട്ടയത്തേക്ക് പോകുന്ന എല്ലാ ആൾക്കാർക്കും, പ്രത്യേകിച്ച് ഈ മന്ദിര ആശുപത്രിയിലൊക്കെ പോകുന്ന ആളുകൾക്ക് വളരെ ഗുണകരമാകുന്ന ഒരു റോഡാണ് ഇത്. ഇത്രയും തുകയ്ക്ക് നല്ല രീതിയിൽ ഇത് ടാർ ചെയ്ത് പ്രയോജനപ്പെടുകയാണെങ്കിൽ മുഴുവൻ ആളുകൾക്കും ഇത് ഉപകരിക്കാവുന്നതാണ്. അതുകൊണ്ടുകൊണ്ട് തന്നെയാണ് ബഹുമാനായ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് ഇത്തരം ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തത്. എന്നാൽ ഈ ഫണ്ട് അനുവദിച്ചു എന്ന് നമ്മളെല്ലാം അറിയുകയുണ്ടായി. അന്ന് ഉമ്മൻചാണ്ടി സാറിന്റെ PA ആയിരുന്ന ശ്രീ സുരേന്ദ്രനാണ് എന്നെ വിളിച്ചു പറയുന്നത് ഫണ്ട് അനുവദിച്ചു, എനിക്കാണ് അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തന്നത്. ഞാനത് നമുക്കറിയാവുന്ന ഗ്രൂപ്പുകളിലോട്ട് ആദ്യം ഇട്ടു. രണ്ടാമത്തെ ദിവസം ഫ്ലെക്സ് കണ്ടു എന്നുള്ളതല്ലാതെ ഈ 1.5 വർഷമായിട്ട് ഈ അനുവദിച്ച ഫണ്ടിന്മേൽ യാതൊരുവിധ നടപടിയും നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ നിരന്തരം പീഡനോട് ചോദിച്ചപ്പോ അവര് പറയുന്നത് ജലജീവൻ മിഷന് ഈ റോഡ് കൊടുത്തിരിക്കുകയാണ്, അവരുടെ പരിപാടി കഴിയാതെ റോഡിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയില്ല എന്നാണ്. നമുക്കറിയാം ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് റോഡുകളെല്ലാം തന്നെ കുത്തിപ്പൊട്ടിച്ച് നടക്കാൻ പോലും ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത വിധത്തിൽ റോഡുകളെല്ലാം തന്നെ നശിച്ച് ദിവസേന ഈ കുഴികളിൽ ആളുകൾ വീണ് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കാഞ്ഞിരത്തൂർ കവലയെന്ന് കുമ്മറ്റത്തിന് പോകുന്ന റോഡ്, അതുപോലെ ഈ മർത്തിപ്പടിയിൽ അതിഭയങ്കരമായ കുഴി ഉണ്ടായിരിക്കുകയാണ്. ദിവസേന ആളുകൾ പറഞ്ഞു വീഴുകയാണ്. ഇന്ന് രാവിലെ ഒരു 7 മണിയായി കാണും, നമ്മുടെ ഇവിടെ ഓട്ടോ സ്റ്റാൻഡിലുള്ള സണ്ണി എന്നെ വിളിച്ചു പറഞ്ഞു, ഈ മർത്തിപ്പടിയിലാണ്ട് കുഴിയിൽ ഒരാൾ വീണ് കിടക്കുകയാണ്, അദ്ദേഹത്തിന്റെ പരിക്ക് നന്നായിട്ടുണ്ട്, അദ്ദേഹം റിലയൻസ് മാർട്ടിന്റെ അവിടെ കയറി ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത്രമാത്രം ആൾക്കാര് അപകടങ്ങൾ പറ്റുകയും ഈ കുഴിയിലൂടെ വീണ് അവര് ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ PWD ഈ കാര്യത്തിൽ കാണിക്കുന്ന അനാസ്ഥ, ഈ 2 വിഭാഗം PWDയും അതുപോലെ വാട്ടർ അതോറിറ്റി ഇവര് പരസ്പരം പരിഹാരിക്കൊണ്ട് ജനങ്ങൾക്ക് സുഗമമായിട്ട് റോഡിലൂടെ യാത്ര ചെയ്യാൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കാം. ഇത് അങ്ങേയറ്റം പ്രതിഷേധമായ കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് ഇത്രയും നികുതി കൊടുക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയും അതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളിലൂടെ ചികിത്സയ്ക്ക് അവര് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം ഉണ്ടായേ പറ്റുള്ളൂ. നമുക്കറിയാം ഈ PWD ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ഈ കാര്യങ്ങളുടെ കരാർ എടുത്തോ എന്ന് ചോദിച്ചപ്പോൾ അതിന് അവര് കൃത്യമായ മറുപടി പോലും പറയുന്നില്ല. നമുക്കറിയാം ഈ PWD കോൺട്രാക്ടർമാർക്ക് കോടാനുകോടി രൂപ കൊടുക്കാൻ കിടക്കുകയാണ്. ഒരു റോഡുകൾ പോലും അവരെടുക്കാൻ തയ്യാറാകുന്നില്ല. പഞ്ചായത്തിന്റെ വർക്കുകൾ എടുക്കുന്ന കോൺട്രാക്ടർമാർ അവർക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാൻ കിടക്കുകയാണ്. അവരും ഒരു റോഡുകളും ഒരു വർക്കുകളും എടുക്കുന്നില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ രീതി വരികയാണ് നമുക്കറിയാം വളരെ താമസിയാതെ തന്നെ ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ച് ജനങ്ങൾക്ക് ഒരു നല്ല ജീവിത നിലവാരത്തിലേക്ക് അവരെ എത്തിക്കുന്ന രീതിയിലൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു യാതൊരു സംശയവും. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം. PWD അവരുടെ കോൺട്രാക്ടർമാർക്ക് പണം കൊടുക്കുന്ന നടപടിയിലേക്ക് കടന്നു പോകണം. ജനങ്ങൾക്ക് സുഗമമായ യാത്ര ഉറപ്പുവരുത്തണം. ഈ ഒരു കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഈ വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ ഒരു ധർണാ സമരം ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് 3 വർഷമായിട്ട് പഞ്ചായത്തിന്റെ റോഡുകൾ, അതിന് PWD റോഡുകൾ വരെ മുഴുവൻ നശിപ്പിച്ചിരിക്കുകയാണ്. ഇതുവരെയും ആ പദ്ധതി എങ്ങും എത്തിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. ഈ കഴിഞ്ഞ ദിവസം ഒരു 3 മാസമെങ്കിലുമായി കാണാം കാഞ്ഞിരത്തൂർ കവല മുതൽ താഴെ സെന്റ് മേരീസിലെ എബിയുടെ വീടിന്റെ വാതിൽ വരെ ഈ റോഡ് വരെ കുത്തിപ്പൊട്ടിച്ചിരിക്കുക. സൈഡ് ഭാഗം എല്ലാം ആ വെളുപ്രകാരുടെ ഭാഗം അവിടെ എല്ലാം കുത്തിപ്പൊട്ടിച്ചിരിക്കുക. അവിടെ കൊണ്ട് അത് നിർത്തിവെച്ചിരിക്കുക. ചോദിച്ചവൻ പറയുന്നു ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ PWD ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ PWD പെർമിഷൻ കൊടുക്കാതെ തന്നെ അവർ കുത്തിപ്പൊട്ടിച്ച് അത്രയും ചെയ്തിട്ടിരിക്കുക.
ഇതിനാ വീണപ്പുറക്കാരുടെ കടയിലും മറ്റും കയറാൻ വരുന്ന ആൾക്കാരോട് നിരന്തരം പറഞ്ഞു വീണോണ്ടിരിക്കുക. അപ്പൊ ഇത് യാതൊരു കോർഡിനേഷനും ഇല്ലാതെ PWD വാട്ടർ അതോറിറ്റി തമ്മിൽ യാതൊരു കോർഡിനേഷനും ഇല്ല. ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ റോഡുകളുടെ കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ വാട്ടർ അതോറിറ്റി പറയുന്നു ഇത് PWD പറയുന്നു ഇത് വാട്ടർ അതോറിറ്റിക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. എത്ര കാലം കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്? ഈ കാര്യങ്ങളിൽ ഒരു തീർപ്പ് ഉണ്ടാകണ്ടേ? അവർ ചെയ്യുന്ന വർക്കുകൾ തീർക്കണ്ടേ? അപ്പൊ ഇതിനെല്ലാം അനുഭവിക്കുന്ന സാധാരണക്കാരെ ജനങ്ങളാണ്. നിരന്തരം അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ കുമ്മന്തം റോഡിൽ നിരന്തരമായിട്ട് ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവർ സ്കൂട്ടറിൽ പോയിട്ട് മറിഞ്ഞു വീണ സാഹചര്യങ്ങളിലേക്ക് ഉണ്ടാകും. ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണം. PWD അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയും ഈ ഒരു കാര്യത്തിൽ താല്പര്യം കാണിച്ചുകൊണ്ട് അടിയന്തരമായി അവരുടെ പരിപാടികൾ പൂർത്തീകരിച്ച് ഈ കാഞ്ഞിരത്തമ്മൂട് കുമ്മന്തം റോഡ് പുനർനിർമ്മിക്കുവാനുള്ള കാര്യത്തിലേക്ക് കടന്നു വരണം. അതിനുവേണ്ടിയാണ് ഇന്ന് ഈ ധർണാ സമരം കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വം നടത്തുന്നത്. ഇതൊരു സൂചനാ സമരമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പയ്യപ്പാടിയിൽ മലകുന്നത്ത് ഇതുപോലെ ഒരു സമരം ഉണ്ടായി. മലകുന്നം അവിടുന്ന് അണ്ണാടിവേലേക്ക് പോകുന്ന റോഡ് ഒരു മനുഷ്യന് പോലും നടക്കാൻ പറ്റിയാത്ത അവസ്ഥയിലാക്കില്ല. PWD മന്ത്രി പ്രതിപക്ഷ MLA-മാർക്ക് ഫണ്ട് അനുവദിക്കുന്നതിന് കൃത്യമായ വിവേചനം കാണിക്കുക. നമുക്കറിയാം, ഇവിടെ ചാണ്ടി ഉമ്മന്റെ ബൈ ഇലക്ഷൻ വന്നു. ചാണ്ടി ഉമ്മന്റെ ആ ബൈ ഇലക്ഷൻ സമയത്ത് ഇവിടുത്തെ എല്ലാ ചാനലുകാരുടെ മുന്നിലും CPM നേതാക്കൾ പറഞ്ഞ കാര്യം പുതുപ്പള്ളിയിലെ റോഡിന്റെ കാര്യമാണ്. അതിനുശേഷം ചാണ്ടിയമ്മ കൃത്യമായിട്ട്, പ്രിയപ്പെട്ട MLA കൃത്യമായിട്ട് ഈ PWD ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി പഞ്ചായത്തിലെ റോഡുകളുടെ കാര്യവും അവർക്ക് ചെയ്യേണ്ട കാര്യവും അവരുടെ ലിസ്റ്റ് കൊടുക്കുകയും ഫോളോ അപ്പ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു പൈസ പോലും ഒരു റോഡ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റോഡുകൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡുകൾക്ക് കൃത്യമായിട്ട് പൈസ കൊടുക്കാതെ, ഫണ്ട് വെക്കാതെ പുതുപ്പള്ളിക്കാരോട് എന്തോ ഒരു വിവേചനം പോലെ, ഒരു വിരോധം പോലെ ആയിത്തീർന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായി. പുതുപ്പള്ളി പഞ്ചായത്തിന്റെ വിവിധ റോഡുകൾക്ക് PWD ഫണ്ട് അനുവദിക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. നമ്മുടെ തകർന്ന റോഡുകളെല്ലാം തന്നെ അടിയന്തരമായി നന്നാക്കാൻ വേണ്ട ഫണ്ട് ഈ ഒരു കാര്യത്തിൽ PWD നൽകണം. ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയും ഗവൺമെന്റും ഈ ഒരു കാര്യത്തിൽ തീരുമാനത്തിൽ എത്തണം എന്നുള്ളതാണ് ഈ സമരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ധർണാ സമരത്തിൽ പങ്കെടുക്കാൻ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ അധ്യക്ഷൻ, മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ സാംജ വർക്കിയെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ KV ഗിരീഷിനെ സന്തോഷപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ റേച്ചൽ കുര്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ മോനിച്ച കുറ്റിപ്പുറം, അതുപോലെ എല്ലാ ബൂത്ത് പ്രസിഡന്റുമാര്, വാർഡ് പ്രസിഡന്റുമാര്, സഹപ്രവർത്തകര്, സീനിയർ കോൺഗ്രസ് മെമ്പേഴ്സ്, എല്ലാവരെയും, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി അടക്കം എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ജിനു പറഞ്ഞതുപോലെ കഴിഞ്ഞ 1.5 വർഷക്കാലങ്ങൾക്ക് മുമ്പ് ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിന്റെ ഒപ്പം ഇവിടെ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ പല പരിപാടിക്കും അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് വന്നപ്പോൾ ഈ വാർഡിലെ പ്രവർത്തകർ ഉമ്മൻചാണ്ടിയുടെ ഒരു നിവേദനം കൊടുത്തു. ആ നിവേദനം ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു. അങ്ങാടിയിൽ വെച്ചാണ് ശ്രീ മുഹമ്മദ് റിയാസിന്റെയും അദ്ദേഹം ഈ നിവേദനം കൈമാറുന്നത്. അന്ന് ജിനുവും അതുപോലെ ഈ ഭാഗത്തുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. മുഹമ്മദ് റിയാസിന്റെ കൊടുത്ത് അദ്ദേഹം ഉടനടി അതിനൊരു തീരുമാനമുണ്ടാക്കി. ഇവിടെ ജിനു പറഞ്ഞതുപോലെ അന്നത്തെ ഉമ്മൻചാണ്ടി സാറിന്റെ PA സുരേന്ദ്രൻ ജിനുവിനെ വിളിച്ച് വിവരം അറിയിച്ച് ഫണ്ട് അനുവദിച്ചെന്ന് വിവരം അറിയിച്ചു. ആ വിവരം അറിയിച്ചതിന്റെ പിറ്റേ ദിവസം ഇതിലെ വന്നപ്പോൾ ആ വിവരം ഇവിടുത്തെ നാട്ടുകാർ അറിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഇവിടെ വന്നപ്പോൾ മുഹമ്മദ് റിയാസിന്റെയും CPM നേതാക്കന്മാരുടെ ഫോട്ടോ കുമ്മറ്റം കവലയിലും അതുപോലെ തന്നെ കാഞ്ഞിരത്തമ്മൂട്ടിലും വെച്ചിരിക്കുന്നു. എന്തായാലും ആയിക്കോട്ടെ, ആരുടെ ഫോട്ടോ വെച്ചാലും കുഴപ്പമില്ല, ഈ വഴിക്കൊരു ശാവമോഷം ലഭിക്കുമല്ലോ, കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഞങ്ങളൊക്കെ സന്തോഷിക്കുകയും ചെയ്തു. അതിനുശേഷം ഏകദേശം 3,27,00,000 കൊണ്ട് ഈ കുമ്മറ്റം വഴി കാഞ്ഞിരത്തമ്മൂട് കുമ്മറ്റം വഴിക്ക് ഗവൺമെന്റിന് അനുവദിക്കുന്നുള്ള ഈ ഫ്ലെക്സ് കണ്ടതല്ലാതെ ഇന്നുവരെയും ഒരു പണി ഈ വഴിക്ക് നടന്നിട്ടില്ല.
അതിനുശേഷം PWD ഈ വഴിയുടെ ഒരു മെയിൻ്റനൻസ് വർക്ക് നടത്തി. നിങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങളെക്കാളും കൂടുതൽ അറിയാം, നമ്മുടെ ഈ മില്ല് നടക്കുന്ന വീടിന്റെ നടക്കുന്ന വീടിന്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വഴി പോയി കിടന്നത്. ഇന്നും നമുക്ക് അതിലെ പോയാൽ അറിയാം. ഇപ്പൊ ആരുടെ മിറ്റിൽ നിർത്തിക്കൊണ്ട് അത്യാവശ്യം നടന്നു പോകാം. ഈ കഴിഞ്ഞ ദിവസം അതിലെ പോയ ആൾക്കാരെ അരയേറ്റ വെള്ളത്തിൽ കൂടെയാണ് ബൈക്കുകാരൊക്കെ അതിലെ നീന്തി കിടക്കുന്നത്. അതുപോലെ ശോചനീയാവസ്ഥയായിരിക്കാണ് ഈ വഴി. പിന്നെ ഈ ബോട്ട് വെച്ചവരൊന്നും കാണാനില്ല, ഈ ഫണ്ട് അനുവദിച്ച് ഗവൺമെന്റിനും കാണാനില്ല, ആരെയും കാണാനില്ല. ഒരു കാര്യം ഞങ്ങൾക്ക് ഇവിടെ വ്യക്തമായ രീതിയിൽ പറയാനുണ്ട്, ഇതെല്ലാം വളരെ വലിയ ഒരു നുണപ്രചരണങ്ങളുടെ ഭാഗമായിരുന്നു ഇവിടെ ബോട്ട് വെച്ചതും ഫണ്ട് അനുവദിച്ചെന്ന് പറഞ്ഞ കാര്യങ്ങൾ. കാരണം ഇവിടെ ബൈലക്ഷൻ വരുന്നതിനോട് മുമ്പായിട്ട് ഇവിടുത്തെ ആൾക്കാരെ ഒന്ന് പ്രലോഭിപ്പിക്കുന്നതിന് വേണ്ടി, ഇവിടുത്തെ ആൾക്കാരെ ഒന്ന് വശമുതലാക്കുന്നതിന് വേണ്ടി ചെയ്തൊരു പണിയായിരുന്നു. പക്ഷെ ഇവിടുത്തെ ജനങ്ങൾക്ക് സത്യം മനസ്സിലായി. ബൈലക്ഷൻ നമ്മുടെ ബഹുമാനായ ചാണ്ടിയമ്മൻ വൻപിച്ച ഭൂരിപക്ഷത്തോട് ഉപയോഗിച്ചു. ഇവിടെ രാഷ്ട്രീയം പറയാനല്ല ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നിപ്പോ നമുക്കറിയാം, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള മണ്ണർക്കാട് ഗ്രാമപഞ്ചായത്ത്, അല്ലെങ്കിൽ പാമാട് ഗ്രാമപഞ്ചായത്ത്, മീണ്ടൻ ഗ്രാമപഞ്ചായത്ത്, അവിടെയെല്ലാം ജലജീവൻ മിഷനോട് ബന്ധപ്പെട്ട മഞ്ചക്കാട് ഗ്രാമപഞ്ചായത്ത്, അവിടെയെല്ലാം ജലജീവൻ മിഷനോട് ബന്ധപ്പെട്ട് ഈ വഴിയുടെ 2 സൈഡുകളിലും പൊട്ടിച്ച് പൈപ്പിട്ടു. പുതുപ്പള്ളി പഞ്ചായത്തിലും വഴിയുടെ 2 സൈഡിലും പൈപ്പിടുന്നതിനോട് വഴിയെല്ലാം പൊട്ടിച്ചു. പക്ഷെ ഇന്ന് വരെ ഒരു സ്ഥലത്ത് പോലും ആ വഴി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അത് ജനങ്ങളുടെ സഞ്ചാരവും മാതിരി നടത്തിയിട്ടില്ല. ഇപ്പൊ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞ് 9 കോടി രൂപ അനുവദിച്ചെന്നാണ് പറഞ്ഞത്. എവിടെ അനുവദിച്ചു, എങ്ങനെ അനുവദിച്ചെന്ന് അറിയാനൊക്കില്ല. അതിന്റെ ഫോട്ടോയും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ പല പ്രദേശങ്ങളിലും വരും. ഈ ഫോട്ടോ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ, പ്രവർത്തനമൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ അവസരത്തിൽ പറയാനുള്ളത്, കുമ്മറ്റം അതുപോലെ തന്നെ കാഞ്ഞിരത്തമ്പുഴ റോഡ് വളരെ മോശമായ രീതിയിൽ, വളരെ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ മേലാത്ത രീതിയിൽ, സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ കിടക്കുകയാണ്. ആ വഴിക്ക് അനുവദിച്ച് ഫണ്ട് എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെട്ട് ആ ഫണ്ട് അനുവദിക്കുകയും അതുപോലെ ഈ റോഡിന് ഒരു മോചനം ലഭിക്കത്തക്ക രീതിയിൽ നല്ല രീതിയിൽ ഇതിന്റെ പ്രവർത്തനം നടത്തണമെന്നാണ് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്കും അതുപോലെ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. നമുക്കറിയാം, കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തിൽ ഉമ്മൻചാണ്ടി സാറ് 1 കോടി രൂപ നമുക്ക് പുതുപ്പള്ളി നമ്മുടെ സിവിൽ വേണ്ടി ഏകദേശം 1 കോടി രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചു. LDF വന്നപ്പം ഉടനെ പറഞ്ഞു ഞങ്ങൾ അതെല്ലാം മുഴുവൻ ഉടനെ ഉദ്ഘാടനം ചെയ്യുന്നില്ല പറഞ്ഞു. ഇന്നൊക്കെ അറിയാം, ഒരു കല്ല് പോലും അവിടെ വെച്ചിട്ടില്ല. അവിടെ ആ മുകളിലത്തെ നിലയിലെല്ലാം മുഴുവൻ കമ്പി ദൂരം പഠിച്ച് അത് മുഴുവൻ ഏത് സമയത്തും താറുമാറാകാവുന്ന രീതിയിലാണ്. ഇപ്പൊ അവരോട് ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങൾ സർക്കാരിന്റെ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ അപേക്ഷ കൊടുത്തിരിക്കാനായിരുന്നു. ഇന്ന് വരെ ഒരു കാര്യം സാധിച്ചില്ല. നമുക്കറിയാം, നമ്മളിൽ നിന്ന് അങ്ങോട്ട് സർക്കാർ വല്ലതും മേടിക്കുന്നില്ല, ഇങ്ങോട്ട് സർക്കാരിൽ നിന്ന് ആർക്കും ഒന്നും കിട്ടുന്നില്ല. ഇതുവരെ കേരള ചരിത്രത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു സർക്കാർ ഉണ്ടെങ്കിൽ LDF സർക്കാരേ ഉള്ളൂ. അതുപോലെ ഇലക്ഷൻ വരുന്ന സമയങ്ങളിൽ മാത്രം ഈ ഫണ്ട് കൊടുക്കും, ഈ ക്ഷേമപെൻഷൻ കൊടുക്കും. ഇവിടെ മനുഷ്യരുടെ കണ്ണിൽ പൊടിയെടുത്ത രീതിയിലുള്ള കൃത്രിമ പരിപാടികളാണ് ഇവിടുത്തെ സർക്കാർ നടത്തുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ വോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ സന്തോഷിച്ചു. ഈ വഴിക്കൊരു സാമോഷം ഉണ്ടാവുന്നത്. അപ്പൊ ജിനു പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം കൊച്ചിനൊപ്പം പയ്യപ്പായ റോഡിന് അവിടുത്തെ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ധർണാ സമരം നടന്നു. അതും ഇതുപോലെ തന്നെ അവിടെ ജനങ്ങൾക്ക് നടക്കാൻ വരാത്ത രീതിയിലുള്ള വഴിയായി കിടക്കുന്നു. പുതുപ്പള്ളി പഞ്ചായത്തിലെ 18 വാർഡുകളിലും ഒരു വഴികൾ പോലും ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ മേലാത്ത രീതിയിലാണ് കിടക്കുന്നത്. അതിനെതിരെയാണ് ഇതിപ്പോ ഒരു സൂചനാ സമരം മാത്രമാണ്. ഇന്നിപ്പം കാഞ്ഞിരത്തമ്പുഴ കവലയിൽ കോൺഗ്രസിന് നേതൃത്വത്തിൽ ഒരു ധർണാ സമരം നടക്കുന്നു. കഴിഞ്ഞ ദിവസം പയ്യപ്പാട് നടക്കുന്നു. ഇത് വലിയൊരു സൂചനാ സമരമാണ്. ഈ ഒരു വലിയ സമരങ്ങളുടെ ഒരു പരമ്പര നടക്കാവുന്നതാണ്. കാരണം പഞ്ചായത്തിന്റെ വാലിക്കത്തെ വഴി നിങ്ങൾക്ക് ഏവർക്കും അറിയാം. പഞ്ചായത്തിന് തൊട്ട് മുകളിൽ വരെ സ്ഥലം കട്ടുകിട്ടു. താഴോട്ട് ഏറ്റവും കൂടുതൽ പുതുപ്പള്ളി പള്ളി അതുപോലെ ആ വളരെ പ്രാധാന്യമുള്ള ഒരു വഴിയാണ്. ആ വഴി എങ്ങനെ നടക്കുന്ന ഇവിടുത്തെ നാട്ടുകാർക്കറിയാം. അതുപോലെ ഇപ്പൊ ജിനു പറഞ്ഞ പോലെ ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം കോട്ടയത്തേക്ക് പോകാൻ എളുപ്പമുള്ള ഒരു വഴിയാണ് ഈ കാഞ്ഞിരത്തമ്പുഴ ഉമ്മറ്റം വഴി. ഇതിന്റെ ശോചനാവസ്ഥ പരിഹരിക്കണം. അങ്ങനെ പുതുപ്പള്ളിയിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും അതുപോലെ ജലജീവൻ മിഷന് വേണ്ടി ഈ വഴിസാട് പൊട്ടിച്ചിട്ടിരിക്കുന്ന ആ ഓടകളെല്ലാം വൃത്തിയാക്കണം. അങ്ങനെ ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സുരക്ഷിത ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള ക്രമീകരണം ഇവിടെ ചെയ്യണമെന്നാണ് ഞങ്ങൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ തുടർ ദിവസങ്ങളിൽ വലിയ സമരങ്ങൾക്കൊരു പരമ്പര തന്നെ നടക്കും. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. അതുകൊണ്ട് ഈ സൂചനാ സമരം കണ്ട് സർക്കാർ ഈ അനുവദിച്ച തുക എത്രയും പെട്ടെന്ന് ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയും ഈ വഴിയുടെ ക്ഷാമോഷം നടത്തുന്നതിന് വേണ്ടിയും മുൻകൈയെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ നേതൃത്വം നൽകിയ ഈ വാർഡ് കമ്മിറ്റികൾക്കും പ്രത്യേകിച്ച് നേതൃത്വം നൽകിയ ഇവിടുത്തെ ഭാരവാഹികൾക്കെല്ലാം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അടുത്ത നമ്മുടെ ഉദ്ഘാടകൻ ഏതാനും നിമിഷങ്ങൾക്കും കടന്നു വരും. അടുത്ത സംസാരിക്കുന്നതിന് വേണ്ടി മോർച്ചം കുറ്റിപ്പത്ത് ക്ഷണിച്ചുകൊള്ളുന്നു. പൊതുജനങ്ങളെ കൊഞ്ഞിനം കുത്തി കാണിക്കുന്ന, ഇളിച്ചു കാണിക്കുന്ന ഒരു റോഡായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. എനിക്ക് മുമ്പ് പ്രസംഗിച്ച എല്ലാവരും പറഞ്ഞു. പിന്നെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇവിടെ ഒരു വലിയ ഫ്ലക്സ് ബോർഡ് വെച്ചു. അതിന്റെ പശ്ചാത്തലം എല്ലാവരും പറഞ്ഞു വെച്ചു. 3,25,00,000 രൂപ അനുവദിച്ചു. കുറെ DMDC ലെവലില് ഈ റോഡ് നന്നാകും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ വരുന്നു. നന്നാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടുത്തെ നാട്ടുകാരും ആഗ്രഹിച്ചില്ല. പക്ഷെ നിങ്ങൾ കണ്ടില്ലേ,
അത് കുളം തോണ്ടി മനുഷ്യൻ നടക്കാൻ പോലും മേലാത്ത രീതിയിലേക്കാക്കി മാറ്റിയിരിക്കുകയാണ്. മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഈ അടുത്ത കാലത്ത് കുറച്ച് പൈസ എനിക്ക് തോന്നുന്നു 10-25 ലക്ഷം രൂപ അതിനും കളഞ്ഞു കാണും. ആ 25 ലക്ഷം രൂപ വെള്ളത്തിലായിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു റോഡിനെ അല്ല ഒരു നാട്ടിലെ റോഡിനെ നമ്മുടെ സർക്കാർ കാണുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയില് നിങ്ങൾ അതിനെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, പയ്യപ്പാടിയിൽ നിന്ന് കൊച്ചുകുട്ടത്തേക്ക് പോകുന്ന റോഡ് ഇതുപോലെ തന്നെയാണ്. ഒരു മനുഷ്യന് നടക്കാൻ മേല, വാഹനങ്ങൾ അപകടത്തിൽ പെടുന്നു, ഓട്ടോറിക്ഷക്കാർ യാത്ര മുടക്കുന്നു. ഇങ്ങനെ ആയി യാതൊരു രക്ഷയിലായിട്ട് ഞങ്ങൾ അവസാനം അവിടെ ഒരു ധർണാ സമരം നടത്തി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് പൈസ ഇല്ല, പണമില്ല. 27 ലക്ഷം രൂപ വേണ്ടിടത്ത് 17 ലക്ഷം രൂപ മാത്രമാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് പേരിന് മാത്രം, അതുകൊണ്ട് ബാക്കിയുള്ള കിട്ടാതെ അവിടുത്തെ പണി നടക്കത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ആൾക്കാരുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി കാര്യങ്ങൾ പറയും, പക്ഷെ പണമില്ല. ഈ ജലജീവൻ മിഷന്റെ കോൺട്രാക്ടർമാരുമായിട്ട് ബന്ധപ്പെട്ടാൽ അറിയാമോ, പയ്യപ്പാടിയിലെ 4-5 വാർഡുകൾ 3-4-5 വാർഡുകളിൽ പണിയെടുത്ത കോൺട്രാക്ടർമാർ പലരും ഇട്ടച്ചും പോയി. കാരണം ഒരു കോൺട്രാക്ടർക്ക് തന്നെ കൊടുക്കാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 19 ലക്ഷം രൂപ പോയ പോട്ടെ, ഞങ്ങൾ ഇനി വരുന്നില്ല എന്ന് പറഞ്ഞു. ഇനി അതിന് പണികൾ പൂർത്തീകരിക്കാൻ കിടക്കുകയാണ്. ഇതുപോലെയുള്ള വികസനമാണ്, ഇതുപോലെയുള്ള സമ്പ്രദായമാണ് നമ്മുടെ സർക്കാർ ഇവിടെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് പുതുപ്പള്ളിയോട് ഇവർക്ക് എന്തോ വിരോധമാണ്. ഇവർക്ക് ഒരു കിട്ടാക്കരിയായി മാറിയ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തോട് ഇവർ ശരിക്കും പക്ഷപാതം വിവേചനം കാണിക്കുകയാണ്. ഈ റോഡുകൾ എത്രയും പെട്ടെന്ന് നന്നാക്കണം, എത്രയും പെട്ടെന്ന് മനുഷ്യന് സഞ്ചരിക്കാവുന്ന രീതിയിലാക്കണം എന്ന് മാത്രം ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുകയാണ്. ഇത് എനിക്ക് മുമ്പ് പ്രസംഗിച്ചവർ പറഞ്ഞതുപോലെ ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഇത് മാറിയില്ലെങ്കിൽ ഇതിന്റെ സമരത്തിന്റെ ആ രൂപവും ഭാവവും ഞങ്ങൾ മാറ്റും. ബന്ധപ്പെട്ട ഓഫീസുകളടക്കം പിക്കറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഇതിനെ ഞങ്ങൾ മാറ്റിയെടുക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം, ഈ ധർണാ സമരം ഇവിടെ ആസൂത്രണം ചെയ്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്താണ് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ കെ.ഡി. ഗിരീഷനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ഭരണ സമരത്തിന് നേതൃത്വം നൽകുന്ന ജിലുക്കെ പോള്, പഞ്ചായത്ത് അംഗങ്ങളായ മോരിച്ചൻ കുറ്റിപ്പുറം, പഞ്ചായത്ത് മെമ്പർ എസ്.എം. മാണി, ഈതമ്മ, ദേശീയ കുര്യൻ, വാർഡ് പ്രസിഡന്റുമാർ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഈ റോഡിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ റോഡിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട്. ഇതൊരു ബൈപ്പാസ് റോഡാണ്. ഇതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇതിനുവേണ്ടി ബഡ്ജറ്റ് തുക 3,25 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറയുന്നതല്ലാതെ അത് ചെയ്യുവാൻ വേണ്ടി യാതൊരുവിധ നടപടി സ്വീകരിക്കുന്നില്ല. തുക അനുവദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് തങ്ങളുടെ സ്വാധീനം കൊണ്ടുണ്ടായ തുകയാണ്. അത് ഞങ്ങളെ ഏറ്റെടുത്ത് നടപ്പാക്കും. ഈ റോഡ് വികസിച്ചാൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് ഞങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി അടക്കമുള്ള അവരുടെ ലോക്കൽ നേതാക്കന്മാർ വരെയുള്ളവരുടെ പടങ്ങൾ വെച്ചുകൊണ്ട് ഫ്ലെക്സുകൾ വെച്ച് കഥകൾ നമ്മൾ കാഴ്ചകൾ ഇവിടെ കണ്ടവരാണ്. ആ ഫ്ലെക്സിൽ കണ്ട ബോർഡിൽ കണ്ട ആൾക്കാരെ വഴിയെ കാണുമ്പോൾ ഈ നാട്ടുകാർ ചോദിക്കണം, നിങ്ങളുടെ ബോർഡിൽ നിങ്ങളുടെ പടമൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇത്ര കോടി രൂപ അനുവദിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, ഈ റോഡ് ഉടനെ നന്നാക്കാൻ വേണ്ടി മന്ത്രി തുക അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് വർഷം 2 കഴിഞ്ഞല്ലോ, എന്തുകൊണ്ട് ഇതുവരെ തുക വന്നില്ല എന്ന് ഈ ഇടതുപക്ഷ നേതാക്കന്മാരോട് ചോദിക്കണം. നമുക്കറിയാം, യാതൊരുവിധ താല്പര്യവുമില്ലാതെ ഇതുപോലെയുള്ള ആക്ഷേപങ്ങൾ കേട്ടാൽ യാതൊരുവിധ മറുപടിയും അറിയിക്കാത്ത രീതിയിലുള്ള വ്യക്തികളാണ് അവര്. അത് അവരുടേതായ ക്രെഡിറ്റാണ് എന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ട് വന്നവര് ഇന്ന് ഇളബിയരായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം ഈ റോഡിന്റെ പ്രാധാന്യം ഇത്രമാത്രം. ബൈപ്പാസ് റോഡാണിത്. 100 കണക്കിന് വാഹനങ്ങൾ പോണ ഈ റോഡിന് നമുക്കറിയാം പുതുപ്പള്ളിയിൽ കൂടിയുള്ള ഗതാഗത തടസ്സങ്ങളും എല്ലാം പരിഹരിക്കാൻ വേണ്ടി ഈ റോഡ് ഉപകരിക്കുന്നു. ഈ റോഡിന് 2 വർഷമായി എത്ര അപകടങ്ങൾ സംഭവിച്ചു? ഈ 2 വർഷ കാലയളവിൽ അപകടങ്ങൾ എത്ര സംഭവിച്ചു? അതിന് ഉത്തരവാദിത്തങ്ങൾ മറുപടി പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഈ ഗവൺമെന്റിന് യാതൊരു പണവുമില്ല. നമ്മുടെ മുൻ പ്രാസംഗികര് പറഞ്ഞതുപോലെ തന്നെ ജലജീവൻ മിഷന്റെ പദ്ധതികള് നമ്മുടെ തൊട്ടടുത്തുള്ള മീനടം പഞ്ചായത്തിലൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. മീനടം പഞ്ചായത്തിലെ ഒരു വഴി പോലും ഇതുപോലെ കുത്തിപ്പൊളിഞ്ഞു കിടപ്പില്ല. ജലജീവൻ മിഷന്റെ വർക്ക് അവിടെ എഗ്രിമെന്റ് വ്യവസ്ഥ പ്രകാരം ചെയ്യിപ്പിക്കുകയുണ്ടായി.
നമ്മൾ ഓർക്കണം, ജലജീവൻ മിഷന്റെ ഫണ്ട് 45%, കേന്ദ്ര ഗവൺമെന്റും 30%, സ്റ്റേറ്റ് ഗവൺമെന്റും 15%, പഞ്ചായത്തുകളും 10% ഗുണഭോക്തൃ വിഹിതവുമാണ്. അത് പൂർണ്ണമായി വിനിയോഗിച്ചുകൊണ്ട് ചെയ്യിപ്പിക്കുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ഈ പഞ്ചായത്ത് ഒരു കുത്തഴിഞ്ഞ പഞ്ചായത്തായി മാറിക്കഴിഞ്ഞിരുന്നു, ഒരു നാവലില്ലാ കളരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പഞ്ചായത്തിന് ഭരണസമിതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭരണസമിതി ഉണ്ടോ, അതിന് യാതൊരു നിയന്ത്രണവുമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ഇരുന്നുകൊണ്ട് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ ആ പഞ്ചായത്തിനെ ഭരിക്കുന്നു. അവരുടെ ഭരണം കൊണ്ട് കുത്തഴിഞ്ഞ പഞ്ചായത്തായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പഞ്ചായത്തിലെ യാതൊരുവിധ വികസന പ്രവർത്തനവും നടക്കുന്നില്ല. പറഞ്ഞാൽ നൂറുകണക്കിന് തയ്യാറാകുന്നില്ല. ഈ സമരത്തിന് വേണ്ടി വന്ന മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ടുള്ള സമരങ്ങളിൽ നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഈ കാഞ്ഞിരത്തമ്മയുടെ കുമ്മറ്റം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ധർണാസമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കോട്ടയത്തെ UDF ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യു സാറിനെ ക്ഷണിച്ചോളുന്നു. മോനിച്ചൻ, ഗീതമ്മ, മറ്റ് സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഈ സമരം എന്തിനാണിപ്പോൾ നടത്തിയത് എന്ന് ജനപ്രതിനിധികളടക്കം ഇവിടെ സൂചിപ്പിച്ചു. ഈ ബൈപ്പാസ് റോഡ് സത്യത്തിൽ ഇന്ന് MC റോഡിനേക്കാൾ തിരക്കേറിയ റോഡായിട്ട് മാറി. നമുക്കെല്ലാം അറിയാം, തിരുവനന്തപുരത്ത് വരെ എത്താനുള്ള കോതമംഗലത്തിനപ്പുറത്ത് നിന്നും വരുന്ന ആളുകൾ വരെ ഈ വഴിയാണ് ഉപയോഗിച്ചു വരുന്നത്. ഈ വഴിയുടെ പ്രാധാന്യം വർദ്ധിച്ചപ്പോൾ തന്നെ നമ്മുടെ ഇടവഴികളൊക്കെ വലിയ തിരക്കുള്ളതാണ്. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് നമ്മുടെ മന്ദിരം കലുങ്ക് വരെയുള്ള ഈ റോഡ് ഞാനും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉപയോഗിക്കും. കാരണം മന്ദിര ആശുപത്രിയിലേക്ക് പോകാനുള്ള എളുപ്പ വഴിയാണ്. ഈ വഴിക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 3,23,00,000 രൂപ സർക്കാർ അനുവദിച്ചതാണ്. ഏറെ ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹം MLA ആയിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി സർക്കാരിൽ എഴുതി കൊടുത്തതിനനുസരിച്ച് അനുവദിച്ചതാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കാലശേഷം നമുക്കറിയാം, പെട്ടെന്ന് 10-30 ദിവസത്തിനകം ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം നമുക്കറിയാം. ആ ഇടക്കാലത്ത് ഇവിടെ MLA ഇല്ല എന്നുള്ളതൊരു സാങ്കേതിക വശമാണ്. അപ്പോൾ ഞങ്ങളുടെ സർക്കാർ തന്നെ ഈ വഴി നന്നാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാം ബോർഡ് വെച്ചു. നമ്മളെ സംബന്ധിച്ച് അവർ ബോർഡ് വെച്ചോണ്ട്, കാരണം ഈ വഴിയൊന്നും നന്നായി കിട്ടിയാൽ മതിയല്ലോ. പക്ഷേ 30 ദിവസത്തിനകം നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ആ ബോർഡ് എടുത്തുകൊണ്ട് തിരികെ പോയി. സത്യത്തില് അന്ന് ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെയാണ് ഇപ്പോഴും ഭരിക്കുന്നത്. ഇവരൊക്കെ രാഷ്ട്രീയക്കാർ മാത്രമായാൽ പോരാ, ഇവരൊക്കെ പൊതുപ്രവർത്തകരുമാകണം. ഇവിടുത്തെ റോഡും ഇവിടുത്തെ ശുദ്ധജലവും ഒക്കെ ലഭ്യമാക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായും സർക്കാരിനോ പ്രതിപക്ഷത്തിനോ ഒന്നുമല്ല, ഇവിടുത്തെ പൊതുപ്രവർത്തകർ മുന്നിട്ട് ഇറങ്ങുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിൽ ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമൊന്നും ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇത് ഇവിടുത്തെ MLA കോൺഗ്രസിന്റെയാണ്, അപ്പൊ പഞ്ചായത്ത് ഇടതുപക്ഷത്തിന്റെയാണ്, ഗവൺമെന്റ് ഇടതുപക്ഷത്തിന്റെയാണ്. ഈ വേർതിരിവുകളൊന്നും സാധാരണക്കാരോട് ഇവർ കാണിക്കാൻ പാടില്ല എന്നാണ് എന്റെ വ്യക്തമായ അഭിപ്രായം. ആരും ഭരിച്ചോട്ടെ, ഈ നാട്ടിൽ ചെയ്യേണ്ട വികസന പ്രവർത്തനം നടത്തണം. പക്ഷേ സത്യാവസ്ഥ ഇന്ന് ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി. കാരണം നയാ പൈസ സർക്കാരിന്റെ കയ്യിലില്ല. നയാ പൈസ കയ്യിലില്ലാത്തൊരു ഗവൺമെന്റാണ് മുമ്പോട്ട് പോകുന്നത്. 2 ആഴ്ച മുമ്പ് ഇവിടുത്തെ ധനകാര്യമന്ത്രിയുടെ പ്രസ്താവനയുണ്ട്, 3000 കോടി രൂപ കടമെടുക്കാൻ പോവുകയാണ് കഴിഞ്ഞ മാസത്തെ ശമ്പളം കൊടുക്കാൻ. ജൂലൈ മാസത്തെ ശമ്പളം ഓഗസ്റ്റ് മാസം 1-ാം തീയതി കൊടുക്കണമെങ്കിൽ അതിന്റെ പണം സർക്കാരിൽ അത് കടമെടുക്കാൻ പോവുകയാണ്. ഇന്നലെ വൈകിട്ട് ധനകാര്യമന്ത്രിയുടെ പ്രസ്താവനയുണ്ട്, സാമ്പത്തികമായി സർക്കാർ വളരെ ഭദ്രമാണ്, ഒരു പ്രശ്നവുമില്ലത്. അതിന്റെ കാരണം നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്തുണ്ടായ വയനാട് ദുരന്തം. ഇവിടുത്തെ നല്ല ആളുകൾ, നല്ല മനസ്സുള്ള ആളുകൾ ഈ ജനങ്ങളുടെ ദുരിതം കണ്ട് വളരെയധികം തുക, കോടിക്കണക്കിന് 1000 കോടി രൂപയാണ് സർക്കാരിന്റെ പ്രതീക്ഷ. അതിങ്ങനെ സർക്കാരിന്റെ ഖജനാവിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ഒഴുകിയപ്പോൾ
ഇന്നലെ വൈകുന്നേരം ധനകാര്യമന്ത്രി പറയാണ്, ഒരാഴ്ച വരെ ബുദ്ധിമുട്ടുണ്ടായ ധനകാര്യമന്ത്രി പറയാണ് ഈ സർക്കാർ വളരെ ഭദ്രമാണ് സാമ്പത്തിക നിലയിൽ. അപ്പോൾ സത്യത്തിൽ ഇവരിതാണോ പ്രതീക്ഷിക്കുന്നത്? ഇവർക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടപ്പോൾ അവരെ രക്ഷിക്കാൻ വന്നൊരു ദൈവദൂതനാണ് ഈ വയനാട് ദുരന്തം എന്നാണോ ഇവർ കരുതുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു പോകും. ഇത് ആളുകൾക്കുണ്ടായ ആ ഭയാനകമായ, അതായത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം, ഏറ്റവും അധികം ആളുകൾ മരണപ്പെട്ട സംഭവം. നമുക്കറിയാം, ഒരു അർജുനെ നമുക്ക് നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ മൃതശരീരം തിരികെ കിട്ടിയില്ല. കേരളം മുഴുവൻ വേദനിച്ചു. അപ്പോൾ അതിലും രാഷ്ട്രീയം കണ്ടെത്തിയ ഈ ആളുകളാണ് ഇവിടെ ഉള്ളവര്. ഇപ്പോൾ 100-ലധികം ആളുകളെ കുറിച്ച് ഒരു വിവരവുമില്ല. അതൊന്നും ആരുടെയും രാഷ്ട്രീയമായ കുറ്റമായിട്ടൊന്നും നമ്മൾ കരുതുന്നില്ല. പക്ഷേ അതുപോലെ യാഥാർത്ഥ്യമായി എങ്കിലും അതുകൂടി വിറ്റ് പണമാക്കുവാനായിട്ട് ഇവർ ശ്രമിക്കുമ്പോൾ ഈ നാട് ഇങ്ങനെ നശിച്ചു പോകുന്നതിൽ ഇവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. ഇവിടെ സാധാരണക്കാരായ ആളുകൾ, ഞാനിപ്പോൾ വന്ന വഴിക്ക് തന്നെ മെഡിക്കൽ കോളേജിൽ 2 പേരുടെ പേർക്ക് അന്വേഷിച്ചു. അവര് അവിടുന്ന് ഈ സഹായം ലഭിക്കാത്തത് കൊണ്ട് അവർക്ക് സ്കാനിങ്ങിന് എഴുതി കൊടുത്തിട്ട് എടുക്കാൻ തന്നെ കിടക്കുക. കാരുണ്യ പദ്ധതി ഇല്ല, ഒരു തരത്തിലും ചികിത്സാ സഹായങ്ങളില്ല. നമുക്കറിയാം, കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ഏറ്റവും അധികം പണം ഇവിടുത്തെ പാവപ്പെട്ടവന് കൊടുത്തത് ഈ ചികിത്സാ സഹായത്തിനാണ്. അതിന് കൃത്യമായൊരു പദ്ധതി ഉണ്ടാക്കി, കാരുണ്യ ബെനവലൻ ഫണ്ട്. അതനുസരിച്ചുള്ള പണം കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇനി അത് പോട്ട് ഇവിടുത്തെ സാധാരണക്കാരായ അഗതികളായ ആളുകൾക്ക് ലഭിക്കുന്ന നമ്മുടെ ഈ ക്ഷേമ പെൻഷൻ, അത് പ്രതിമാസം കൊടുത്തിരുന്നെങ്കിൽ അതൊന്നും ആരും കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണമല്ല. ആ പണം അവിടെ കിട്ടിയാൽ കൂടുതലും മരുന്ന് മേടിച്ചതിന് കടം വീട്ടാൻ ഉപയോഗിക്കുന്നതാണ്. ആ പണം പോലും കൃത്യമായി കൊടുക്കാതിരുന്ന ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അഗതികൾ, അനാഥര്, വികലാംഗര്, പാവപ്പെട്ടവര്, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ ലഭിക്കേണ്ട തുക കൊടുക്കാതെ ഈ സർക്കാർ അതിന്റെ കെടുകാര്യസ്ഥിതി മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ പറയും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ കുഴപ്പമില്ലെന്ന്. അവരുടെ കുഴപ്പം വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ അത് KSRTC-യിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ അടുത്ത സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെത്തും. അവിടെയും കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ അടുത്ത KSRTC ആണ് സാധാരണക്കാർ എന്നും ആശ്രയിക്കുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ. അത് കഴിഞ്ഞാൽ അത് അടുത്ത മേഖലയിലേക്ക് എത്തിച്ചേരും. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കുന്നതാണ് മെഡിസെപ്പ് എന്ന് പറഞ്ഞ പദ്ധതി. അവരുടെ ഇൻഷുറൻസ് ആണ്, ചികിത്സാ സഹായത്തിന് വെറുതെ കൊടുക്കുന്നതല്ല. നമ്മളൊക്കെ LIC-യിൽ ഈ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നത് പോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ലഭിക്കുന്ന തുകയിൽ നിന്നും പ്രതിമാസം 500 രൂപ സർക്കാർ തിരിച്ചു പിടിക്കും ഈ മെഡിസെപ്പ് സ്കീമിൽ പെടുത്തി ഇൻഷുറൻസ് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഇങ്ങനെ പണം ഇങ്ങോട്ട് മേടിച്ചിട്ട് പോലും ഇവർക്ക് ഈ സൗജന്യ ചികിത്സ ലഭിക്കാതെ പോകുന്നു. ഞാൻ ഈ മന്ദിര ആശുപത്രിയിൽ ഒരാഴ്ച മുമ്പേ ബന്ധപ്പെട്ടതാണ്. അവിടെ ഒരു പെൻഷൻ പറ്റി ഒരാൾ ചികിത്സയ്ക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞു മെഡിസെപ്പ് ഇല്ല. മെഡിസെപ്പ് ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വിളിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, വക്കീലെ കാര്യമൊക്കെ അറിയാമല്ലോ, 4 കോടി രൂപ സർക്കാർ തരാനുണ്ട്. 4 കോടി രൂപ ഈ മന്ദിര ആശുപത്രിക്ക് സർക്കാർ കൊടുക്കാനുണ്ടെങ്കിൽ നമുക്കറിയാം, മന്ദിര ആശുപത്രി ശരിക്കും ഒരു ധർമ്മ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് അത്രയും കൊടുത്ത് കിട്ടാനുണ്ടെന്നുള്ള കഥ ഞാൻ കഴിഞ്ഞ ദിവസം കാരിത്താസ് ആശുപത്രിയിലെ ഡയറക്ടർ അച്ഛനോട് പറഞ്ഞപ്പോൾ അവർക്ക് 65 കോടി രൂപ കിട്ടാനുണ്ട്. 65 കോടി, അതായത് ചികിത്സാ ചെലവ് സൗജന്യമായി മെഡിസെപ്പിന് കൊടുക്കും, സർക്കാർ കൊടുക്കാമെന്ന് പറയും. അപ്പൊ അവര് ഇത് ക്രമേണ നല്ല പറഞ്ഞാൽ കേതാണല്ലോ, എന്റെ മുന്നേ ഈ സംവിധാനം ഇവിടെ ഇല്ല കേട്ടോ, പക്ഷെ ഇല്ലെന്ന് അവർക്ക് എഴുതി തരാൻ പറ്റില്ല. അങ്ങനെ ചികിത്സ ലഭിക്കേണ്ട ആളുകൾക്ക് പോലും കൊടുക്കാത്തൊരു സർക്കാർ നമ്മുടെ നാട് നിങ്ങളുള്ള വഴികളെല്ലാം സൈഡിൽ നോക്കിക്കൊണ്ടിരിക്കുക. പുതിയ ടാറിങ്, പുതിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഉണ്ടായിരുന്ന റോഡുകൾ, അപ്പൊ പാവപ്പെട്ട ആളുകൾ വിചാരിച്ചു നാളെ ഇതിലിടുന്ന ഈ പൈപ്പിൽ കൂടി വെള്ളം ഇങ്ങ് വരും. സത്യത്തിൽ ഏത് സർക്കാരിന്റെയും പരിഗണന വഴിയേക്കാൾ മുമ്പിലുള്ളത് വെള്ളത്തിനാണ്. അതുകൊണ്ടാണ് പല സ്ഥലത്തും അഥവാ വഴിയൊന്ന് അല്പം കുഴിച്ചാലും ശുദ്ധജലം ലഭിക്കുമല്ലോ എന്നുകൊണ്ട് ആളുകൾ വിട്ടുവീഴ്ച ചെയ്യുന്നത്. അതേ മാനദണ്ഡം തന്നെയാണ് ഇപ്പോൾ ഈ ജലജീവൻ മിഷനിലും ഈ നാട്ടിലുള്ള സകല വഴിയും കുഴിച്ചിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇടവഴികൾ അല്പം ടാറിടുകയോ കോൺക്രീറ്റ് ചെയ്തതിന്റെ മൂല അല്പം ഒന്ന് പൊട്ടിച്ചാൽ പിന്നെ ബാക്കി പോകാനായിട്ട് പിന്നെ സമയം അധികം വേണ്ട. ഇപ്പൊ നിങ്ങൾ നോക്കിയത് ഈ ചുറ്റുപാടുമുള്ള കോൺക്രീറ്റ് റോഡുകളിൽ ഒന്നിൽ കൂടിയും നടന്നു പോലും പോകാൻ കഴിയില്ല. ജലജീവൻ മിഷന്റെ അത് കൂടുതൽ കൃത്യമായി ചെയ്യാൻ പഞ്ചായത്തുകൾക്ക് പറ്റും. പഞ്ചായത്തുകൾ ആ വിഹിതം കൃത്യമായിട്ട് കൊടുത്താൽ ആ പഞ്ചായത്തുകളുടെ വിഹിതം ലഭിച്ചത് കൊണ്ടെങ്കിലും ഇത് പൂർത്തിയാക്കാൻ പറ്റും. കാരണം ചെയ്യുന്ന വാട്ടർ അതോറിറ്റിയാണ്. വാട്ടർ അതോറിറ്റി പൈസ ഇടപിടികൂടിക്ക് അയച്ച് അടച്ചാൽ ആ വഴികൾ നന്നാക്കാൻ പറ്റും. അത് കൃത്യമായി കൊടുത്തു തീർക്കണം. പക്ഷെ ഇത് ചെയ്യാൻ പറ്റും.
ഇവിടെ പഞ്ചായത്തുകളൊന്നും ചെയ്യുന്നില്ല. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകളും ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, CPM ആണ്. അവരിപ്പോ പിണറായിയുടെ ബാക്കിയാണ്. കാരണം എംബ്രാനൽപ്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്ന് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും കൂടെ ഇത് കട്ടുകൊണ്ടിരിക്കുമ്പോ ഈ മകളുടെ ഭർത്താവാണ് PWDയുടെ മന്ത്രി. സത്യം പറഞ്ഞാൽ എക്സാലോജിക്കിൽ നിന്ന് കിട്ടിയ ഒരു കുറച്ച് പൈസ ഈ കാര്യങ്ങൾ കൂടി അങ്ങ് വിനിയോഗിക്കുകയായിരുന്നെങ്കിൽ നമ്മളാരും ഒരു കേസിന് പോവുകയില്ലായിരുന്നു. കാരണം ഇവിടുത്തെ സേവന മേഖലയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇത്ര പണം അവർ വാങ്ങിച്ചുവെങ്കിൽ തീർച്ചയായും ഞങ്ങളാരും ഇവർക്കെതിരെ ഹൈക്കോടതിയിലൊന്നും കേസിന് പോവുകയില്ല. പക്ഷേ ഇത് ലഭിക്കാവുന്ന തുകയൊക്കെ വാങ്ങി മകളുടെ പോക്കറ്റിലിട്ടതിന് ശേഷം മകൻ മന്ത്രി ഇവിടുത്തെ ഒരു റോഡുകളും നന്നാക്കാതെ ഒരു കാര്യങ്ങളും ചെയ്യാതെ, ഇപ്പൊ ഇന്നലെ നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചു കാണും, ഇവിടെ നവകേരള യാത്രയ്ക്ക് ഭക്ഷണം കൊടുത്തതിന് മാത്രം എത്രയാ 89 കോടി രൂപ. നവകേരള യാത്രയ്ക്ക് ഭക്ഷണ ചെലവ് മാത്രം 89 കോടി. 9.5 കോടിയുടെ ആണ് നോട്ടീസ്. നമ്മൾ ആദ്യം ഭയന്നുപോയി. കാരണം 1 കോടിയുടെ ബസ് വന്നപ്പോൾ നമ്മൾ ആകെ പേടിച്ചു പോയി. പക്ഷെ ആ ബസ്സൊന്നും ഇപ്പോൾ ഒന്നുമല്ല. ഇപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷെ ആ ഭക്ഷണത്തിന് ഉപയോഗിച്ച് അരി വാങ്ങിയ നെല്ലിന്റെ പൈസ കേരളത്തിലെ കർഷകർക്ക് ഒരു ഇതും കൊടുത്തിട്ടില്ല. ആ അരി വാങ്ങി, ആ നെല്ല് വാങ്ങി ഇവിടുത്തെ പ്രൈവറ്റ് മില്ലുകൾ കൊടുത്തു. അവര് അത് വിലയ്ക്ക് സർക്കാരിന് കൊടുത്തു. ആ നെല്ല് കൊണ്ടുള്ള അരിയുടെ പൈസയാണ് ഈ 89 കോടി ഭക്ഷണം കഴിച്ചത്. ഇവിടെ ഈ പറയുന്നത് നമ്മുടെ കുട്ടനാട്ടിലെ ഈ പുതുപ്പള്ളിയിലെ ഉൾപ്പെടെ ഞാൻ കഴിഞ്ഞ ദിവസം ജോയിയോട് സംസാരിച്ചു. നമ്മുടെ ജോയിക്ക് കിട്ടാണ് കുറച്ച് പൈസ. ഈ കർഷകർക്ക് കടം വാങ്ങി പണയം വെച്ച് കൃഷി ഇറക്കിയ നെൽകർഷകരുടെ പൈസ കൊടുത്തിട്ടില്ല. ഇതിങ്ങനെ എല്ലാ കാര്യത്തിലും അതിനു മുമ്പ് നവകേരള യാത്രയ്ക്ക് മുമ്പ് വേറെ ഉണ്ടായിരുന്നു കേരളീയത്തിന് കോടിക്കണക്കിന് രൂപ വിനിയോഗിച്ചു. ഇവിടുത്തെ അടിസ്ഥാന കാര്യങ്ങൾ നന്നാക്കുന്നതിന് സർക്കാർ ഒരു പരിഗണനയും കാണിച്ചിട്ടില്ല. ഇവിടുത്തെ ഈ റോഡുകൾ സത്യം പറഞ്ഞാൽ ഏറ്റവും അധികം ബസ് റൂട്ടുള്ളതല്ല ഈ വഴി. ഇതിലൂടെ ഒരു ഓട്ടോറിക്ഷയുടെ സഹായം വേണ്ടി വരും ഒരു രോഗിക്ക് കൊണ്ടുപോകണമെങ്കിൽ. ഏതെങ്കിലും പണം മുടക്കി വാങ്ങി ഓട്ടോറിക്ഷക്കാരൻ അതിലൂടെ ഓട്ടോ പോകാൻ വിളിച്ചാൽ വരുമോ? നിർവാഹം ഇല്ലെങ്കിൽ വരും. പക്ഷെ തിരിച്ചു വരുമ്പോൾ നമ്മൾ കേൾക്കാനുള്ളതെല്ലാം കേൾക്കുകയും ചെയ്യും. അതുപോലെ ഒരു യാത്രാ സൗകര്യം കുറഞ്ഞ ഈ പ്രദേശങ്ങളിൽ തീർച്ചയായും ഇത് അടിയന്തരമായി ഇടപെടണം. ഇത് PWD ഇടപെട്ട് ഇക്കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകണം. ഞങ്ങൾ അവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ബോർഡ് വെച്ച ആളുകളെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പോകാം. നമുക്ക് ഒരുമിച്ച് പോയി PWD ഉദ്യോഗസ്ഥരെ കാണാം, സർക്കാർ പ്രതിനിധികളെ കാണാം. ഈ റോഡ് പണി അനുവദിച്ച തുകയ്ക്ക് ഒന്ന് ചെയ്തു തീർക്കുക. പക്ഷെ ഇനി നടക്കില്ല. 4 വർഷം മുമ്പത്തെ എസ്റ്റിമേറ്റാ. 4 വർഷം മുമ്പ് എടുത്ത എസ്റ്റിമേറ്റ് കൊണ്ട് ഇന്നിനിപ്പോ ഈ യാത്ര കൊണ്ട് റോഡ് പൂർത്തിയാക്കാൻ പറ്റില്ല. അപ്പൊ സംഭവിക്കുന്നത് എന്താ? വീണ്ടും നീട്ടിവെക്കും. അങ്ങനെ മുമ്പോട്ട് പോയാൽ നമ്മുടെ ദുരിതം കൂടുതൽ ഇരട്ടിയാകും. അതുകൊണ്ട് തീർച്ചയായും അടിയന്തരമായ ഉദ്യോഗസ്ഥർ ഇതിൽ ഇടപെടണം. സർക്കാർ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരെ നിർബന്ധിക്കണം. അവരോടൊപ്പം ഞങ്ങളോടൊപ്പം ഈ സമരത്തിൽ പങ്കാളികളായാൽ അവരെയും ഞങ്ങൾ വിളിക്കുകയാണ്. വെല്ലുവിളിക്കൽ അവരെ വിളിക്കുകയാണ്. കാരണം ഈ നാടിന്റെ പ്രധാന പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ നിങ്ങൾ തയ്യാറാവണം. പുതുപ്പള്ളി എന്നും നമുക്കറിയാം, ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലേക്കെല്ലാം കൊണ്ടുപോയെന്ന് പണ്ട് ഇവര് ഒരുപാട് ആക്ഷേപം പല മേഖലകളിലും പറഞ്ഞു. കോക്കിയുടെ ഫണ്ടും സുനാമിയുടെ ഫണ്ടും പുതുപ്പള്ളിയിൽ കൊണ്ടുവന്ന് പറഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവരെല്ലാവരും ഇവിടെ വന്ന് എല്ലാ കാലവും ഇവിടെ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പല യോഗങ്ങളിലും പറഞ്ഞു, അന്ന് കൊണ്ടുപോയി ഇവിടുത്തെ റോഡുകൾക്കും എല്ലാം ചെലവാക്കിയെന്ന് നിങ്ങൾ പറഞ്ഞു എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വളരെ ബുദ്ധിമുട്ടാണ്. അന്നൊരു കാര്യം പറയുക, വീണ്ടും ഇപ്പൊ പറയുന്നു, തിരിച്ചു പറയുന്നു. തീർച്ചയായും ഇവിടുത്തെ അടിസ്ഥാന കാര്യങ്ങൾക്ക് ഏറ്റവും അധികം കാര്യങ്ങൾ 52 വർഷം ചെയ്തു കൊടുത്തത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹത്തിന് വെള്ളം, വഴി, വൈദ്യുതി ഇതായിരുന്നു അദ്ദേഹത്തിന്റെ 3 V ആണ്. ഈ കാര്യത്തിലായിരുന്നു പ്രഥമ പരിഗണന. അതിനൊക്കെ ശേഷം മതി വില്ലേജ് ഓഫീസും ഇവിടുത്തെ നമ്മുടെ റവന്യൂ കോംപ്ലക്സും എന്നൊക്കെയാണ് അദ്ദേഹം എന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവിടെ വഴിയില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം വഴിയുണ്ടായി. 6 മീറ്ററിൽ അധികം വീതിയുള്ള ഒരു വഴി പോലും PWD ഏറ്റെടുക്കാതെ ഈ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഇല്ല. കൃത്യമായ കണക്കെന്റെയിലുണ്ട്. ഒരു പ്രദേശത്ത് പോലും പുതിയൊരു പാലം വേണമെന്ന് ഒരു സമരം ഈ പുതുപ്പള്ളിയിൽ കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെയാണ് വൈദ്യുതി 100%. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന ഘട്ടത്തിൽ ആ സാമ്പത്തിക വർഷം ഒരു അപേക്ഷ പോലും കേസിന്റെ തടസ്സമുണ്ടായിരുന്നതല്ലാതെ ഒരു അപേക്ഷ പോലും വൈദ്യുതി കണക്ഷന് വേണ്ടി ഈ നമ്മുടെ ഒരു പഞ്ചായത്തിലും ഉണ്ടായിരുന്നില്ല. ഒരു ഇലക്ട്രിസിറ്റി ഓഫീസിലും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ കാര്യങ്ങളിലെല്ലാം 100% പൂർത്തീകരണത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയത്. പക്ഷേ ഇനിയും ഈ നാട് ഒരുപാട് മുമ്പോട്ട് പോകുവാനുണ്ട്. ഇവിടുത്തെ അടിസ്ഥാന കാര്യങ്ങൾ നിലവിലുള്ള സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തമെങ്കിലും തീർച്ചയായും ഇവർ കാണിക്കണം. അതുകൊണ്ട് തീർച്ചയായും സർക്കാരിനെതിരെയുള്ള സമരവുമായി
സമരവുമായി നമുക്ക് മുമ്പോട്ട് പോകണം. ഇതൊരു സൂചനാ സമരമാണ്. ഇത് അധികാരികൾ ശ്രദ്ധിച്ചതിന് വേണ്ട നടപടികൾ ഉടനടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ മറ്റ് പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. തീർച്ചയായും എല്ലാ നല്ല ആളുകളുടെയും പിന്തുണ നമുക്ക് രാഷ്ട്രീയത്തിന് അതീതമായി നാടിന്റെ പ്രശ്നം എന്നുള്ള നിലയ്ക്ക് ഒരു ഒന്നിച്ചുള്ള ഒരു സമരവുമായി മുമ്പോട്ട് പോകണം. അതിനെല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഇത് വളരെ സമയത്ത് തന്നെ, അതായത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ഇങ്ങനൊരു സമരപരിപാടി, സൂചനാ സമരപരിപാടി ആവിഷ്കരിച്ച ഇത് നടപ്പാക്കിയ പ്രിയപ്പെട്ട എന്റെ എല്ലാ സഹപ്രവർത്തകരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തതായി വിനയപൂർവ്വം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് കോൺഗ്രസ്. അടുത്താണ് സംസാരിക്കുന്നതിനോട് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീ അജിത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു കൊല്ലം മുമ്പ് 3 പേര് ചിത്രം വെച്ച് 3 പേര് മുടക്കിയ ഒരു ഫ്ലക്സ് കാഞ്ഞിരത്തമ്മൂട് കവലയിൽ പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. ആ ഫ്ലക്സിൽ ചിത്രമുള്ളവർക്ക് ലജ്ജ തോന്നിയിട്ടാണോ അതോ ഇലക്ഷനിലേക്ക് കനത്ത തോന്നിക്കൊണ്ട് നാണം കെട്ടിട്ട് പ്രവർത്തകരാരെങ്കിലും മാറ്റിയതാണോ എന്നറിയില്ല. കുറെ നാളുകൾക്ക് മുമ്പ് ആ ഫ്ലക്സ് ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയുണ്ടായി. എന്തൊരു അപഹാസ്യമായ കാര്യത്തിലൂടെയാണ് കേരള സംസ്ഥാന സർക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരള സംസ്ഥാന സർക്കാരിന് ഖജനാവിലേക്ക് നേരിട്ടെത്തുന്ന നികുതിയാണ് മോട്ടോർ വാഹന നികുതി എന്ന് പറയുന്നത്. എന്നെനിക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഏതെങ്കിലും ഒരു റോഡിൽ കൂടി 15 വർഷം നികുതി അടച്ച ഈ മോട്ടോർ വാഹനവുമായി നമുക്ക് നടക്കാൻ സാധിക്കുമോ? നമുക്ക് ആ വണ്ടി ഓടിക്കുവാൻ സാധിക്കുമോ? യാത്രാക്ലേശം പോകട്ടെ, ഈ റോഡുകളിൽ വീടുണ്ടാകുന്ന അപകടങ്ങൾ മൂലമുണ്ടാകുന്ന മരണങ്ങൾ എത്രത്തോളമാണ് കേരളത്തിലുള്ളത്? ഒരുപാട് ദൂരമൊന്നും പോകണ്ട. പൂരോപ്പടയിൽ ഒരു വീട്ടമ്മ സ്കൂട്ടർ അപകടത്തിൽ മരിച്ചു. ഈ തലപ്പാടിയിൽ ബിനു എന്നൊരു 60 വയസ്സുകാരൻ ഓടയിൽ വീട് മരിച്ചു. ഇങ്ങനെ എത്രയെത്ര അപകടങ്ങളിൽ പൊലിഞ്ഞു പോകുന്ന ജീവനുകൾക്ക് ഈ സംസ്ഥാന സർക്കാർ ഉത്തരം പറയുമ്പോൾ കേരള സംസ്ഥാന സർക്കാർ അഭിമുഖീകരിക്കുന്ന ധനക്കമ്പിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ടെൻഡർ എടുക്കുവാൻ ഒരു കോൺട്രാക്ടറും തയ്യാറാകാതെ ശ്രമിക്കുക. എനിക്ക് ചോദിക്കാനുള്ളത്, അതേ സ്ഥാനത്താണ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിക്ക് കാലത്തോട്ട് പണിയുവാനും സ്വിമ്മിംഗ് പൂള് പണിയുവാനും ലിഫ്റ്റ് പണിയുവാനും നവകേരള യാത്ര നടത്തുവാനും കേരളീയം നടത്തുവാനും അനേകം കോടികൾ ചെലവാക്കുന്നത് ഈ വിരോധാഭാസമാണ്. ഒരു വശത്ത് വരേണ്യ വർഗത്തിന് വേണ്ടി കോടികൾ ചെലവാക്കുമ്പോൾ സാധാരണക്കാരന് വഴി നടക്കുവാനുള്ള അവകാശത്തെ പോലും ധ്വംസിക്കുന്ന ഇവരാണോ ഇടതുപക്ഷമെന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. ഈ ഇടതുപക്ഷമാണോ കേരളം എന്ന് ഭരിക്കുന്നത്? ഇനിയും മിണ്ടാതിരുന്നാൽ പ്രതികരണശേഷിയുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ നല്ലൊരു ഭരണകൂടത്തെ വാർത്തെടുക്കാൻ സാധിക്കൂ. ഈ സമരം ഒരു സൂചന മാത്രമാണെന്ന് എനിക്ക് മുൻപ് സംസാരിച്ച പലരും പറയുകയുണ്ടായി. ഇതൊരു സൂചന മാത്രമാണ്. അതിശക്തമായ സമരങ്ങളിലേക്ക് ഇന്നലെ കഴിഞ്ഞ ഞായറാഴ്ച കൊച്ചുമറ്റത്തായിരുന്നെങ്കിൽ ഇന്ന് കാഞ്ഞിരത്തമ്മൂടാണെങ്കിൽ ഇനി പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡുകൾ എവിടെയൊക്കെ തകർന്നിട്ടുണ്ടോ അതിശക്തമായ സമരങ്ങളിലേക്ക് കോൺഗ്രസ് ആരംഭിക്കാൻ പോവുകയാണ്. ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ, ഇനിയും നിങ്ങൾ ബോധോദയം ഉണ്ടായില്ലെങ്കിൽ അധികാരവർഗത്തിനെതിരെയുള്ള സമരപരിപാടികൾക്ക് ഒരു വിമോചന സമരത്തിലേക്ക് കോൺഗ്രസ് ആരംഭിക്കാൻ പോവുകയാണ്. ഇതൊരു സൂചന മാത്രമാണ്. യൂത്ത് കോൺഗ്രസ് അടക്കം കയ്യിൽ കൊടിയേന്താൻ സാധിക്കുന്ന, ശബ്ദമുയർത്താൻ സാധിക്കുന്ന ഏത് പൗരനും ഈ സമരത്തിനോട് അണിചേരുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ഈ ജനകീയ പ്രക്ഷോഭത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ അണിചേർന്നുകൊണ്ട് അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ കോൺഗ്രസ് എന്നുകൊണ്ടായിരിക്കും. അതിനുവേണ്ടി കൈമൈ മറന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് പണിചേരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ധർണാ സമരത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ ധർണാ സമരത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി ഇവിടുത്തെ ബൂത്ത് പ്രസിഡന്റ് സിജോയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏകദേശം 1.5 വർഷക്കാലം മുമ്പ് ഈ പുതുപ്പള്ളി മുഴുവൻ ഫ്ലെക്സ് വെച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടു. അതിന്റെ ഭാഗമായി ഈ വഴി നടപ്പിലാക്കും 3 കോടി രൂപയ്ക്ക് നന്നാകും എന്നായി നമ്മൾ എല്ലാവരും ഓർത്തു. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ഭേദമന്യേ വഴിയാണ് ആവശ്യം. എല്ലാവരും അത് ഉപയോഗിക്കും. അത് ഈ കോൺഗ്രസുകാരല്ല, കമ്മ്യൂണിസ്റ്റുകാരല്ല, ജനങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വഴിയാണ്. വഴി നന്നാകും എന്ന് ഓർത്തു. നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യം, ഈ വഴി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു വഴിയാണ്. പുതുപ്പള്ളി പള്ളി പെരുന്നാൾ വന്നാലോ, മൺട്രാട് പള്ളി പെരുന്നാൾ വന്നാലോ, മൺട്രാട് ഒരു ബ്ലോക്ക് എന്തായാലോ ഏറ്റവും കൂടുതൽ ഈ വഴിയാണ് ഉപയോഗിച്ചു വരുന്നത്. അതിനുമുപരി നമ്മൾ ഏറ്റവും ആശ്രയിക്കുന്ന
മന്ദിരം ആശുപത്രി നമ്മൾ ഏറ്റവും അങ്ങോട്ട് പോകണമെങ്കിൽ ഈ വഴിയിൽ കൂടിയാണ് പോകേണ്ടത്. ഒരു കാരണവശാൽ എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. ഒരു രോഗിയായിട്ട് ആശുപത്രി പോയ വഴിക്ക് ഈ വഴി കൂടെ പോയി അപ്പുറം ചെന്നപ്പോൾ അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ആംബുലൻസിലാണ് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ അറ്റാക്ക് വന്ന് ഒരു കുഴപ്പവുമില്ലാതെ പോയതാണ്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറും ഒരു സൂചനാ സമരം മാത്രമായിരിക്കും. ഇവിടെ 3.5 കോടി രൂപ കൊടുത്ത് ഈ വഴി നന്നാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫോട്ടോ വെച്ച നേതാക്കന്മാരൊന്ന് ചിന്തിക്കണം. നിങ്ങൾ ഈ ഫ്ലെക്സിന് വേണ്ടി മുടക്കിയ കാശ് ഉണ്ടായിരുന്നെങ്കിൽ ഈ വഴി ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടാകുകയില്ലായിരുന്നു. ഇതിന് നിങ്ങൾ സ്വയമേ ചിന്തിക്കേണ്ടത് കാര്യം. അല്പം നാണമുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വെല്ലുവിളിക്കില്ല, ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഫോട്ടോ വെച്ച് ഇവിടെ വഴി നന്നാക്കുമെന്ന് പറഞ്ഞവരോട് ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വഴി നന്നാക്കാൻ സാധിക്കുമോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഇവിടെ പഞ്ചായത്തുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, പഞ്ചായത്ത് മെമ്പറുണ്ട്. ഈ വാർഡിൽ ഒരു പഞ്ചായത്ത് മെമ്പർ ഇല്ല എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. പുതുപ്പള്ളിയിൽ ഒരു പഞ്ചായത്ത് ഉണ്ടോ? പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥിരം ഈ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്നതാണ്. ഈ വഴിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ലജ്ജ തോന്നുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചു പോവാണ്. നിങ്ങൾ ഈ വഴിയുടെ വിശദമായ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടു, നിങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ഇന്നത്തെ ഈ യോഗത്തിൽ എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ ഇവിടെ ഇന്ന് യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ സംഖ്യവർക്കുള്ള യോഗത്തിന്റെ പേരിലും വ്യക്തിപരമായുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ ധർണ ഉദ്ഘാടനം ചെയ്ത ശ്രീ എസ് എൻ മാത്യു അവർ അദ്ദേഹത്തോടും ഉള്ള നന്ദി അറിയിക്കുന്നു. പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ ജിനുക്കപ്പോൾ മറ്റ് എല്ലാ മെമ്പർമാരും, അതുപോലെ ബ്ലോക്ക് മെമ്പർ ശ്രീ കെ ബി ഗിരീശൻ, ബൂത്ത് പ്രസിഡന്റുമാര്, വാർഡ് പ്രസിഡന്റുമാര്, കോൺഗ്രസ് പ്രവർത്തകർ, ഈ നാടിനെ സ്നേഹിക്കുന്ന ജനങ്ങളെ ഇതിൽ സഹകരിച്ച എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ധർണാ സമരം സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്. ഈ ധർണാ സമരം ഇവിടെ അവസാനിച്ചായിട്ട് പ്രഖ്യാപിച്ചുകൊള്ളുന്നു.